കാഴ്ചയിൽ മാന്യനും സൗമ്യനും അയൽവാസികൾക്കെല്ലാം പ്രിയപ്പെട്ടവൻ. കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ കവർച്ച നടന്ന കേസിൽ ലിജീഷിൻ്റെ മൊഴിയെടുത്തപ്പോഴും പോലീസിന് ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ അയാൾ സഹകരിച്ചു. ഇത്രയും വലിയ കവർച്ച സാധാരണ ഒരു വെൽഡിംഗ് തൊഴിലാളിയായ ഇയാൾ നടത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും ചിന്തിച്ചു കാണില്ല. എന്നാൽ CCTV ദൃശ്യത്തിൽ പതിഞ്ഞ കഷണ്ടിത്തലയും വിരലടയാളവുമാണ് അയൽവാസിയായ കള്ളന് വിനയായത്. പ്രതിയെ പിടികൂടിയ പോലീസിന്റെ അന്വേഷണ വഴിയിലേക്ക്. വീടിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് ആദ്യമേ സംശയമുണ്ടായിരുന്നു. മണം പിടിച്ച പോലീസ് നായ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി. ഇതോടെ പ്രതി സംസ്ഥാനം വിട്ടേക്കാമെന്ന സംശയം ബലപ്പെട്ടു. തുടർന്ന് കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചു. പഴയ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. കണ്ണൂരിലെ അടക്കം 35 ലോഡ്ജുകളിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം 215 പേരെ ചോദ്യം ചെയ്യുകയും 75 പേരുടെ വിരലടയാളം ശേഖരിക്കുകയും ചെയ്തു. വീട്ടിലെ CCTV ക്യാമറകളെല്ലാം മറച്ച് അതിവിദഗ്ധമായായിരുന്നു മോഷണം. എന്നാൽ ഒരു ക്യാമറ ചതിച്ചു. അതിൽ മുഖം മറച്ചിരുന്ന പ്രതിയുടെ ദൃശ്യം പതിഞ്ഞു. ഇതോടെ കഷണ്ടിയുള്ളയാളെ തിരഞ്ഞായി പിന്നീടുള്ള അന്വേഷണം. പഴയ കേസുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആൾ ഇതിലും ഇൻവോൾവ് ഉണ്ടാവണം. ഇതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പഴയ CCTV ഫുട്ടേജുകൾ, പഴയ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസുകളുടെ CCTV ഫുട്ടേജ് ശേഖരിച്ചിട്ട് അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് മാച്ച് ചെയ്തിട്ട് അതും പരിശോധന ചെയ്തിട്ട് നോക്കി. ക്രൈം സീനിനെ നമുക്ക് ഒരു CCTV ഫുട്ടേജ് കിട്ടിയിരുന്നു. ആ CCTV ഫുട്ടേജ് പ്രകാരം ഒരു ചെറിയ സംശയം, ഒരു കഷണ്ടി ഉള്ള ആൾ ഒരു ഇതിലെ സംശയമായിട്ട് ഉണ്ടാവണം. ഒരു കഷണ്ടി ആൾ ഉണ്ടാവണം. അതൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ആംഗിൾ പ്രത്യേകമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് നോക്കി. ഒരു വർഷം മുമ്പ് കീച്ചേരിയിൽ നടന്ന മോഷണ രീതിയുമായി സാമ്യം തോന്നിയ പോലീസ് വിരലടയാളം ഒത്തുനോക്കി. അന്വേഷണ സംഘത്തിന്റെ സംശയം തെറ്റിയില്ല. ചുരുളഴിയാതെ നിന്നിരുന്ന കീച്ചേരിയിലെയും വളപട്ടണത്തെയും കള്ളൻ അയൽവാസിയായി ലിജീഷ് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കീച്ചേരി 803/2023 കേസ് ഒരു ക്രൈം നമ്പർ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഇത് സിമിലാരിറ്റി ആണ്, അത് സംശയം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ കേസിന്റെ ഫിംഗർ പ്രിന്റ് ഈ ആളുടെ ഫിംഗർ പ്രിന്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഞങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റ്യനിങ് ചെയ്തു. വൈകിട്ട് ഏകദേശം നമുക്ക് 7:30 o'clock വരെ നമുക്ക് ഇയാൾ ഒരു അക്സെപ്റ്റ് ചെയ്തു. ഒരാഴ്ച നീണ്ട അധ്വാനത്തിനൊടുവിൽ കള്ളൻ വലയിലാകുമ്പോൾ അന്വേഷണ സംഘത്തിന് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും അഭിനന്ദനം. പോലീസിന് അഭിമാന നിമിഷവും. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.